10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. കമ്പ്യൂട്ടർ ഒന്നും തന്നെ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. One, two, three. ഇത് കാണാൻ എന്ത് ഭംഗിയല്ലേ? ഇതൊക്കെ നമുക്കാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മുടെ പാരന്റ്സ് വളരെ നല്ലവരാ. നമ്മളിവിടെ തനിച്ചാക്കിട്ട് യൂറോപ്പിലേക്ക് പോയല്ലോ. കാണാൻ എന്ത് ഭംഗിയാ. ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ടോ? അതെ, നമ്മുടെ പോപ്പ് സ്റ്റാർസ് ഉള്ള സ്ഥലത്തിന്റെ അടുത്തേക്ക് നമ്മൾ ഇരിക്കാൻ പോണേ. ചിലപ്പോ സിനിമ സ്റ്റാർസ് ഒക്കെ ഉണ്ടാവോ? ഫാഷൻ ഡിസൈനേഴ്സ് ആയിരിക്കും. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുവാ. ഈ ബാത്റൂമിൽ ഒരു ബ്യൂട്ടി പാർലർ തന്നെ ഉണ്ട്. നീ ഈ സ്വിമ്മിംഗ് പൂൾ ഒന്ന് നോക്കിയേ. വാവ്, ഇവിടെയുള്ള നീന്തൽക്കുളം എത്ര മനോഹരാണെന്ന് നോക്കിയേ. ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് പോയേ ഗേൾസ്. ഈ റൂം എന്റെ കോസ്റ്റ്ലി ഡ്രസ് ഒക്കെ വെക്കാൻ ശരിയായിട്ടുണ്ടാവും. ഗ്ലോവർ ഗ്ലോവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഗ്ലോവർ, എന്റെ പുസ്തകമൊക്കെ ഞാൻ അടുക്കി വെച്ച് നിന്റെ ഡ്രസ് അവിടെ വെക്കാൻ പറ്റില്ല. ഹലോ, എനിക്ക് ഈ സ്ഥലം മുഴുവനും ഡൈക്കോണ പ്രാക്ടീസ് ചെയ്യാൻ വേണം കേട്ടോ. അതൊന്നും പറ്റില്ല. എന്റെ ഡ്രസ് വെക്കാൻ ശരിക്കുള്ള സ്ഥലം ഇതാണ്. പക്ഷേ ഞാനല്ലേ എപ്പോഴും മുറിക്കാത്തിരുന്ന ഒരുപാട് സമയം പഠിക്കുന്നത്. നമുക്കൊരു പണി ചെയ്യാം. ഈ ലോഡ്സ് ഇട്ടിട്ട് ആരുടെ പേരാണോ വരുന്നത് അവർക്കാണ് ഈ മുറി. അലക്സ്, നീ ഒന്ന് എടുത്തേ. ക്ലോവർ, കണ്ടോ? ഈ മുറി ഇനി എനിക്കാ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്റെ മുറിയിൽ വരാം. ന്യായം പോലെ തന്നെ നടക്കട്ടെ. ഏയ്, നിക്ക്. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ഇതിൽ എഴുതിയിരിക്കുന്നത് മൊത്തം ക്ലോവറിന്റെ പേരാ. നിന്റെ അടുത്ത് മാത്രമേ ഡ്രസ് ഉള്ളോ? ഞാൻ അതിനെ ചോദിക്കുന്നത്. നിന്റെ അടുത്ത് മാത്രമാണോ ഹോംവർക്ക് ഉള്ളത്? എന്റെ അടുത്ത് ഡ്രസ്സും ഉണ്ട്, ഹോംവർക്കും ഉണ്ട്, ഡ്രാഗൺ പ്രാക്ടീസും ഉണ്ട്. ഈ വിജ്ഞാനപൂർവമായ വിവാദങ്ങളെ ഞാൻ എപ്പോഴും വരവേൽക്കാറുണ്ട്. പക്ഷേ എന്നാൽ ചില വിചിത്രമായ കാര്യങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ നടക്കുമെന്നാണ് ഞാൻ പറയാൻ വന്നത്. കൊള്ളാം. ജെറി, നിങ്ങൾ 21ാം നൂറ്റാണ്ടിലേക്ക് തയ്യാറായി കഴിഞ്ഞോ? അതെ, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഓഫീസ് കാണാൻ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? പക്ഷെ മാച്ചിങ് ഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നന്നായേനെ. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതാ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാതെ ജെറ്റ് പാക്കും നിങ്ങൾക്ക് തരുന്നതാണ്. പെട്ടെന്ന് തന്നെ മോചിപ്പിക്കൂ. അതാന്റെ ശബ്ദം. ആരാണെന്നല്ല, ഏതാണെന്ന് ചോദിക്കൂ. ഇതൊരു പുതിയ തരത്തിലുള്ള ഗാഡ്ജറ്റ് ആണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ഗ്ലാഡിസ്. ഗ്ലാഡിസോ? അതെ, എന്നെ സഹായിക്കാനായി ഞാൻ തന്നെ കമ്പ്യൂട്ടറിന്റെ സഹായം കൊണ്ട് സൃഷ്ടിച്ചതാണിത്. അയാള് ചിലപ്പോ അങ്ങനെ വിചാരിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ 3 പേരുണ്ടല്ലോ. എനിക്ക് ഒരു ദിവസം പോലും ഒഴിവില്ലല്ലോ ഗേൾസ്. ഇത് വളരെ നന്നായിട്ടുണ്ട് ജെറി. താങ്ക് യു. ഒരു ചെറിയ സംശയം, ഗ്ലാഡിസിന് മാത്രമല്ലേ ചിന്തിക്കാനുള്ള ശേഷിയുള്ളൂ? ഈ മെഷീൻസിനൊന്നും അത്ര കഴിവില്ല ജെറി. അവർക്ക് ആലോചിക്കാനോ വഴക്കിടാനോ ഉണരാനുള്ള കഴിവുകളും ഇല്ല. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആലക്സ്, നിനക്ക് ഞാനൊരു പ്രത്യേകതരം വാച്ച് സമ്മാനമായി തരുന്നുണ്ട്. സാം, നീ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ ഹെയർ ഡ്രയർ അല്ല. ഇതിൽ കുറെ സവിശേഷതകളുണ്ട്. ക്ലോവർ, നിനക്കായി കരുതി വെച്ചിരിക്കുന്നത് ഈ സമ്മാനമാണ്. ജെറി, ഗ്ലാഡിസിനെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? പറ്റില്ല. എന്നോട് നീ അങ്ങനെ പറയാൻ പാടില്ല. നിനക്ക് ജീവൻ തന്നത് ഞാനല്ലേ? തീർച്ചയായും പറ്റില്ല. മെയിൻ ഫ്രെയിമിനകത്ത് എന്നെ തന്നെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു. കൊള്ളാലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ചെവി മാത്രമല്ല, തലച്ചോറുണ്ടെന്ന് തോന്നുന്നു. ഗ്ലാഡിസിന് ശരി എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു പ്രത്യേകതരം ഗാഡ്ജറ്റ്സ് വെച്ചിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഇത് പ്രവർത്തിപ്പിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 1 മണിക്കൂർ മാത്രമേ ഇതിന് ശേഷി ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടായിരിക്കാൻ പാടില്ല. ഫൈനലി ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇല്ല. അതെന്താ? അടിപൊളി. ബ്യൂട്ടിഫുൾ. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു. എനിക്ക് ഈ മിഷൻ ഒട്ടും ഇഷ്ടമായില്ല. ഇതിപ്പോ പൊട്ടിത്തെറിക്കും. വേഗം വാ, വേഗം വാ, പെട്ടെന്ന്. ഈ വിചിത്രമായ ഫോഴ്സ് ബേഡ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളെ എടുത്ത് എറിയാം. അത് പോട്ടെ, എന്റെ കൺട്രോൾ ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. പുറകെ പ്രസ് ചെയ്യ്. ആലക്സ് അവിടെ തന്നെ നിൽക്ക്. ഓക്കേ, ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നെ കൊണ്ട് ആവുന്ന വിധം ഞാൻ പരിശ്രമിക്കാം. ഓക്കേ, ആദ്യം അത് ചെയ്. നന്നായി, എല്ലാം നല്ല രീതിയിൽ പൂർത്തിയായി. എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി, പക്ഷെ ഒന്നും നടന്നില്ല. അത്ര പെട്ടെന്ന് സന്തോഷിക്കണ്ട. താങ്ക് യു ഗേൾസ്. ഓ താങ്ക് യു. നിങ്ങളാണ് ഞങ്ങളെ ജീവൻ രക്ഷിച്ചത്. താങ്ക് യു വെരി മച്ച്. ആരോ ഞങ്ങളുടെ സെൽഫ് ലോഞ്ചബിൾ സാറ്റലൈറ്റ് മോഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മളെ പറ്റിച്ചിരിക്കുകയാണല്ലോ. ഇവിടെ ഒരു ക്ലൂസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ സ്വീകരിക്കുന്ന ആധാരങ്ങൾ ശരിയാവുന്നവരെ നമ്മൾ കാത്തിരിക്കാം. സിസർ പേപ്പർ റോക്ക്. നീ വീണ്ടും പറ്റിക്കും, എനിക്കറിയാം. സിസർ പേപ്പർ റോക്കില് എങ്ങനെയാ പറ്റിക്കുക? നമ്മൾ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ആദ്യം നമ്മൾ ഈ മിഷൻ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ എല്ലാവർക്കും ഓരോ പ്രശ്നമുള്ളപ്പോ എങ്ങനെ ഈ മിഷനെ ശ്രദ്ധിച്ചു നോക്കുക? ഓഹോ, ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഡ്രസ് ചെയ്ത് വന്ന നിങ്ങളെ കളിയാക്കുക വേണ്ടത്. ഒന്ന് നിക്കണേ, ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തോ പറയാൻ വന്നാലോ? അത് ജെറി, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ജോലികളൊന്നുമില്ലേ ഗേൾസ്? ഞങ്ങളുടെ ജീവിതത്തിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലായിരുന്നു ഞങ്ങൾ. അത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. എന്തോ? നിങ്ങൾ അയച്ച സാമ്പിൾ ആന്റി ഗ്രാവിറ്റി ഫോർമുലയാണ്. 1980 ഇന്റർനാഷണൽ സ്പേസ് സെന്റർ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്തിരുന്നു. ഇത് പറയാനാണോ ഞങ്ങളെ വലിച്ചോണ്ട് വന്നത്? എക്സ് പൗഡർ ജെറി, ഒരു ബട്ടൺ ഞെക്കിയാ പോരെ? ഞങ്ങൾ ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. പരീക്ഷണത്തിന് പുറപ്പെട്ടവർ യന്ത്രത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ പരീക്ഷണം നിർത്തിവെച്ചു. നീ പറഞ്ഞത് ശരിയാണ്. ആ ഫോർമുല വേറെ ആർക്കും വായിക്കാൻ പറ്റില്ല. എക്സ് പൗഡർ ആയിരിക്കും ശരിക്കുള്ള ചോയ്സ്. ആ ഫോർമുല എനിക്ക് കിട്ടുമോ? എനിക്കതൊന്ന് വായിക്കാനുണ്ട്. റെഡ് അലർട്ട് 4ാമത്തെ സെക്ടറിലാണ് ജെറി. ഓ, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ സെക്ടറിൽ മറ്റൊരു മോഷണം നടക്കാൻ പോകുന്നു. പക്ഷെ നോക്കൂ, ആ ലൈൻ എല്ലാം ലേസർ പോയിന്റ്സ് ആണ്. പക്ഷെ ആര് വന്നിട്ടും ആ ഡിറ്റക്റ്റീവ് എല്ലാം പ്രവർത്തിക്കുന്നില്ല. അതെങ്ങനെ സാധ്യമാവാനാണ്? അത് കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ സാധിക്കും. ഒരു മിനിറ്റ്, ആ വലിയ മുറി ആരുടേതാണെന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല. അത് വളരെ ഈസിയുള്ള കാര്യമാണ്. ആർക്കാ? നമ്മളിങ്ങനെ
ഇങ്ങനെ ഒളിച്ചിരുന്ന് ഏറ്റുമുട്ടാൻ പാടില്ല. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അവര് നമ്മളെ കണ്ടുപിടിക്കും. ആ കള്ളൻ എങ്ങനെയാ രക്ഷപ്പെട്ടു പോയത്? ഇപ്പൊ മേക്കപ്പ് ഇടാനുള്ള സമയമല്ല ക്ലോവർ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക്, മേക്കപ്പ് ചെയ്യാൻ ശരിയായ സമയമൊന്നും ഒന്നുമില്ല. പിന്നെ ഈ കണ്ണാടിയുടെ ബീംസ് ഉപയോഗിച്ച് നമുക്ക് പോവാനുള്ള വഴി ഉണ്ടാക്കാം. സൂപ്പർ ഐഡിയ ആണല്ലോ. വളരെ മോശമായ ഐഡിയ. ഈ കണ്ണാടി എന്നെ ചതിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ്, എന്റെ അടുത്തൊരു നല്ല ഐഡിയ ഉണ്ട്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാന്നാ വിചാരിക്കുന്നത്. എല്ലാ ലാഞ്ച് പോഡും ഇവിടുന്ന് കാണുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ആ കള്ളൻ രക്ഷപ്പെട്ടത്. അവൻ പറന്നു പോയി കാണും. അവൻ പറന്നൊന്നല്ല പോയത്. അത്ര എളുപ്പത്തിൽ പോവാൻ പറ്റില്ല ഗ്രാവിറ്റി മോനെ. വേഗം വേഗം. വേഗാവട്ടെ വേഗാവട്ടെ. എന്ത് ചെയ്യേണ്ടെന്ന് ഐഡിയ കിട്ടിപ്പോയി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജെറിയും പറഞ്ഞിട്ടുള്ളത്. അലക്സ്, അവിടെ ഒന്ന് നോക്ക്. നമ്മളതിൽ കുടുങ്ങി കഴിഞ്ഞു. ഞാൻ ചെറിയ കുട്ടിയാണ്, എന്നെ കഷ്ണാക്കി കളയരുത്. ആ നേച്ചർ ടീമിന്റെ കൂടെ നീന്തിയാ മതിയായിരുന്നു. ഓക്കേ, ഫ്രീ ആയിട്ട് ഒരു ഹെയർ കട്ട് ചെയ്യാന്നാ തോന്നുന്നത്. ആ റിവേഴ്സ് പോളാർ ബിയർ ഫോർമുല ഇപ്പൊ എങ്ങനെ പ്രവർത്തിക്കുന്നു സാർ? അതെന്താന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും മര്യാദക്ക് ഇരിക്കണം. സ്ലിംഗ് ഷോട്ട് ആണോ? One, two, three. ഇവിടത്തെ അവസ്ഥ ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നേനെ. അവനെ നമ്മൾ വിട്ടു. ഇല്ല, വിട്ടില്ല. സ്പിഡ് ബോൾ കൊണ്ട് അവനെ ഞാൻ അടിച്ചു. അയാൾ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ അടുത്ത് എവിടെയോ ഉണ്ട്. ഓ അതെ, ഞാനൊന്ന് വിഴുങ്ങി. ഈ കമ്പ്യൂട്ടറിൽ സിഗ്നൽ തെറ്റായിട്ടാ കാണിക്കുന്നത്. എനിക്ക് ട്രാപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. ആലക്സ്, നീ ഒന്ന് മിണ്ടാതെ ഇരിക്കാമോ? ഏയ്, ജെറി പറഞ്ഞത് ശരിയാ. ഇത് കൂടുതൽ സമയം പ്രവർത്തിക്കുന്നില്ല. നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാമെന്നേ. അവന് അവിടെ തന്നെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നേ. അവനെ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവനെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നു പറ. എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും. ഒരു സാറ്റലൈറ്റിനെയും പിന്നെ ഗൈഡിംഗ് സിസ്റ്റത്തിനെയും ഒരാൾ എന്തിനാ ഇത്രയും ദൂരം കൊണ്ടുവന്നിരിക്കുന്നത്? ഉറപ്പായിട്ടും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഇപ്പം ടെലിഫോൺ കണക്ഷൻ അല്ലെങ്കിൽ കേബിൾ ചാനൽസ്. ക്ലോവർ, നമുക്ക് ഈ ഭാഗത്തോടെ പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇതെന്തായിരിക്കും? ഇത് അടിപൊളിയായിട്ടുണ്ട്. അത് കലക്കി. നീ സാമു ഇവിടെ നിന്നോളൂ, ഞാൻ ആ വലിയ മുറി എടുത്തോളാം. കൊള്ളാലോ ഇവന്റെ ഹെയർ സ്റ്റൈൽ. ഇവൻ ഇവിടെ എങ്ങനെ ഒളിച്ചിരിക്കും? ഓ, ഈ ഫോട്ടോയിൽ ഇയാളെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ഇയാളുടെ പേര് മേജർ സെൽ എന്നാണ്. ആന്റി ഗ്രാവിറ്റി പ്രോഗ്രാമിന്റെ നേതാവാണ്. അതുമല്ലാതെ തിരിച്ചു വന്നിട്ടേ ഇല്ല. ബ്ലാ ബ്ലാ ബ്ലാ.
ഞാൻ അവനെ പിടിച്ചേനെ. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് എന്നെ തടയാൻ കഴിയില്ല. അവൻ എന്നെ ശൂന്യാകാശത്ത് വിട്ടപ്പോൾ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം അവരെ അറിയിക്കും. പക്ഷെ നീ ഇപ്പൊ നല്ലവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നല്ലോ. എനിക്ക് അവരോട് പകരം ചോദിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ എന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. വേണ്ട, വിട്ടേക്ക് മേജർ ഫേക്ക്. ഇവിടെ ഇപ്പൊ മത്സരം നമ്മൾ തമ്മിലല്ലേ? ക്ലോവർ, ആന്റി ഗ്രാവിറ്റി റിവൈസ് വെച്ച് അവനെ വേദനിപ്പിക്ക്. നീ ഇതിപ്പോ എന്താ ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കാം. 20 വർഷം ഞാൻ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും ഞാൻ തനിച്ച്. ഓൾറൈറ്റ്, എനിക്ക് മനസ്സിലായി. പറന്ന് നടന്നത് ഉപകാരമില്ലാത്തത്. മതി, വേറെ എന്തെങ്കിലും സംസാരിക്കും. ഇങ്ങനത്തെ സംസാരമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്. നീ ഒരുപാട് ഫ്ലയർ മെയിൽസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനക്കതിന്റെ ആവശ്യം വരില്ല, കാരണം നീ തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ ആറ്റോമാറ്റിക് സാറ്റലൈറ്റ് എന്റെ ആന്റി ഗ്രാവിറ്റി സിസ്റ്റത്തെ ഭൂമിയെ ചുറ്റി വരാൻ സഹായിക്കും. മുഴുവൻ ജനങ്ങളുടെ മേൽ ഈ ആന്റി ഗ്രാവിറ്റി ഞാൻ പ്രവർത്തിപ്പിക്കും. എല്ലാരും പറന്നുകൊണ്ട് സന്തോഷിക്കും. ക്ലോക്ക് വൈസ്. എനിക്ക് അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. നമ്മൾ എങ്ങനെയാ സാറ്റലൈറ്റിനെ തടയാൻ പോകുന്നത്? ഇവിടെ തീർച്ചയായിട്ടും ഏതെങ്കിലും കമ്പ്യൂട്ടർ കാണേണ്ടതുണ്ട്. അവരവിടെ പോയി എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്ത് കാണും. എത്രയും പെട്ടെന്ന് നമുക്കത് മാറ്റാം. ശരിയാ, നിങ്ങൾ പോയി ആ മേജറിനെ പിടിക്കേ. ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഗ്രാവിറ്റി ഇല്ലാതെ എന്റെ ഹെയർ സ്റ്റൈൽ വീണ്ടും നശിക്കാൻ പോവാ. എനിക്ക് സങ്കടം തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല ഗ്ലാഡസ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഓ, അവനെ പിടിക്കാം. ഒന്ന് ശ്രമിച്ചു നോക്ക് സ്പേസ് ക്യാരറ്റ്. എനിക്ക് ഇതൊന്ന് പഠിക്കണം. ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. ആന്റി ഗ്രാവിറ്റി റോക്സ്. ശരി ശരി, ഞാൻ ഇങ്ങനെ അടി വാങ്ങുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കുന്നു അല്ലേ? ഇടയ്ക്കൊക്കെ തോൽവിയും വേണ്ടേ മേജർ ലൂസി? ശരിയാക്കി തരാം. സന്തോഷമായി പോയിട്ട് വരൂ. നന്നായി, നമ്മളെ തിരിച്ചു കൊണ്ടുവന്നതിൽ താങ്ക്സ് ഉണ്ട്. ഫിസിക്സ് പഠിക്കുന്ന ഞങ്ങളോടാണ് നിന്റെ സാമർത്ഥ്യം കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ സാമർത്ഥ്യം ഞങ്ങളുടെ അടുത്ത് വേണ്ടെന്ന്. നീ കേട്ടതേയില്ല. എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമായി. തോറ്റിട്ടും കരഞ്ഞില്ലല്ലോ.
സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ, നിനക്ക് ആവശ്യമുണ്ടെന്ന് നീ ഞങ്ങളോട് പറഞ്ഞില്ല, അതുകൊണ്ട് സ്നേഹത്തോടെ നിനക്ക് വിട്ടുതരുമോ? നീ തന്നെ എവിടെ ഇരുന്നോ? നമ്മൾ എപ്പോഴെങ്കിലും ഒരുമിച്ചുണ്ടാവണം. എന്നാ ഇപ്പൊ പുറത്തു പോയിക്കോ. വൗ, എവിടെ നോക്കിയാലും എന്ത് ഭംഗിയാ. എനിക്ക് വേണ്ടി അവർ ഈ മുറി തന്നത് എത്ര നന്നായി പോയി. ഇതല്ലേ ഞാൻ ആശിച്ചത്. മാൻഡി, ക്ലോവർ, നീയോ? ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ എവിടെയാ? എനിക്ക് ഈ മുറി വേണ്ട, നിങ്ങൾ എന്നെ എടുത്തോ. ഫ്രണ്ട്സ് പ്ലീസ്, എനിക്ക് ഈ മുറി വേണ്ട, നിങ്ങൾ ആരെങ്കിലും എടുത്തോ.